എക്സാമിങ് അടുത്തെത്തി. ഇനി ആകെ കുറച്ച് സമയമേ ഉള്ളൂ. എന്തൊക്കെ പഠിക്കേണ്ട ഒരു ഐഡിയയിൽ ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. 7 ചാപ്റ്ററിൽ എന്തൊക്കെയോ ടോപ്പിക്കുകളുണ്ട്. ഏതാ പഠിക്കേണ്ടത് സാറേ? ഒരുപാട് പഠിച്ചു, ഇനിയിപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ എവിടുന്ന് തുടങ്ങണം? ഇങ്ങനെ കുറേ കൺഫ്യൂഷനുള്ള സ്റ്റുഡൻസ് കുറേ പേരുണ്ടാവും. മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഒരു 10 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഈ ടോപ്പിക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയേഴ്സിൽ ഒരുപാട് ടൈം റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്കുകളാണ്. അപ്പം ഈ ടോപ്പിക്കുകൾ നിങ്ങൾ മറന്നിട്ടില്ല, പഠിച്ചത് ഓക്കെയാണ്, പഠിച്ചത് മനസ്സിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ നാളത്തെ എക്സാം ഹാളിലേക്ക് പോയിക്കോളൂ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ടോപ്പിക്ക് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റത്ത് എന്നുള്ള ടോപ്പിക്കാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റത്ത് എന്നുള്ള ടോപ്പിക്കാണ്. നോക്ക്, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലുള്ള ഒന്നാമത്തെ ടോപ്പിക്ക് വെരി സിമ്പിൾ. പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തണേ. ഏതാണ് ആ ടോപ്പിക്ക്? നോക്കിക്കേ, ബോർ മോഡൽ. ബോർ മോഡലുമായിട്ട് ബന്ധപ്പെട്ട് ബോർ മോഡലിന്റെ ലിമിറ്റേഷൻസും പോസ്റ്റുലേറ്റ്സും. ബോർ മോഡൽ വെച്ചിട്ട് ആറ്റത്തിന്റെ സ്ട്രക്ചർ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ പോസ്റ്റുലേറ്റ്സും ലിമിറ്റേഷൻസും നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നമ്മൾ 5-6 പോസ്റ്റുലേറ്റ്സും ഒരു 3 ലിമിറ്റേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് നിങ്ങളുടെ മൈൻഡിലില്ലേ? ബോർ മോഡലിന്റെ പോസ്റ്റുലേറ്റ്സും ലിമിറ്റേഷൻസും മറക്കരുതേ. ഒന്നാമത്തെ ടോപ്പിക്ക് അതാണ്. രണ്ടാമത്തെ ടോപ്പിക്ക് മക്കളെ അതേ ചാപ്റ്ററിൽ നിന്നുള്ള സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ദാറ്റ് എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ഇക്വേഷൻ മറക്കരുത്. ന്യൂമറിക്കലും വരാൻ ചാൻസ് ഉണ്ട് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നിന്ന്. നിങ്ങൾക്കറിയാം, ഒരുപാട് 2017, 18, 19, 22, 23, 24 ഒക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ടോപ്പിക്കാണത്. ദെൻ മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ അഗെയിൻ നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം അത്യാവശ്യം ഉള്ള ചാപ്റ്റർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിൽ നിന്ന് വന്നത് ഷേപ്പ് ഓഫ് ഓർബിറ്റൽസിന്റെ ഷേപ്പ്. ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനും പറ്റും. അപ്പോൾ ആരെങ്കിലും വരച്ചു പഠിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പിച്ചോ, ഷേപ്സ് ഓഫ് ഓർബിറ്റൽസ്, എസ് ഓർബിറ്റലിന്റെ, പി ഓർബിറ്റലിന്റെ, ഡി ഓർബിറ്റലിന്റെ ഷേപ്പുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ അതും പഠിച്ചിട്ടില്ല എന്ന് ഉറപ്പിക്കുക. കാരണം ഒരുപാട് ഇയറുകൾ നോക്കിയേ, ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയ ഇയറുകളിലൊക്കെ ചോദിച്ചതാണ് ആ ക്വസ്റ്റ്യൻ. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിർബന്ധമായിട്ടും വലിയൊരു ചാപ്റ്ററാണ്. അപ്പം ഒരുപാട് അത് ഇഷ്ടം പോലെ ഉണ്ട്, പഠിച്ചിട്ട് തീരുന്നില്ല എന്നാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ജിയോമെട്രി, VSEPR തിയറി, ഈ കാര്യങ്ങൾ ഹൈബ്രിഡൈസേഷൻ, VSEPR തിയറി ഒക്കെ വെച്ചിട്ട് സ്ട്രക്ചറുകൾ എങ്ങനെയാണ്, കുറച്ചധികം CH4, H2O, NH3 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എക്സാമ്പിൾ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ ഉണ്ട്. അതിൻ്റെ സ്ട്രക്ചറൊക്കെ എഴുതാൻ പഠിച്ചിട്ടില്ലേ? അതെങ്ങനെയാണ് വരുന്നത് എന്ന് ഉറപ്പിക്കണേ. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ടോപ്പിക് ചാപ്റ്ററിൽ നിന്ന്. കാരണം 2017, 18, 19, 22, 23, 24 എല്ലാം 5 മാർക്കിനോളം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. പല രൂപത്തിലായിരിക്കും ABC തന്നിട്ട് 5 മാർക്കിനോളം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദെൻ 5ാമത്തെ ക്വസ്റ്റ്യനും നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിൽ നിന്നാണ്. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി വെച്ചിട്ട് കോൺഫിഗറേഷൻ വരയ്ക്കാൻ ചോദിക്കാം. ഒന്ന് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി σ1s2, σ*1s2, σ2s2 ഒക്കെ വെച്ചിട്ട് അത് എഴുതിയതിനു ശേഷം ബോണ്ട് ഓർഡർ, സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം മോളിക്കുലാർ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കാനൊക്കെ പഠിച്ചുകൊണ്ടു. MOT അതിൽ നിന്ന് വരുന്ന ഭാഗങ്ങൾ ഇത്രയും ഇയറുകളിൽ ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിനോളം അതുവരെ ചോദിക്കാം. അതോ അതിൽ കുറവൊക്കെ ചോദിക്കാം. മാക്സിമം 5 മാർക്ക് വരെ ചോദിക്കും. ദെൻ മക്കളെ, തെർമോഡൈനാമിക്സിൽ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകാത്ത ടോപ്പിക്കാണ് ഹെസസ് ലോ. ഹെസസ് ലോ എന്താണ്? അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്കറിയാലോ. ഒരു റിയാക്ഷൻ നടക്കുന്ന ഒറ്റ സ്റ്റെപ്പിലോ ഒന്നിലധികം സ്റ്റെപ്പിലോ ആണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? സോ ഹെസസ് ലോ മറക്കരുത്. ഹെസസ് ലോൻ്റെ ഇല്ലസ്ട്രേഷനും ചിലപ്പം ചോദിക്കും. എയിൽ നിന്ന് ബി ആവുന്ന ഇവിടുത്തെ ചിത്രം നിങ്ങൾ നോക്കേണ്ട, അത് പല രൂപത്തിലെ ചിത്രങ്ങൾ വരും. നിങ്ങൾ പഠിച്ച രൂപം, അതായത് ΔH എന്ന് പറഞ്ഞാൽ ΔH1 + ΔH2 + ΔH3 എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എനിവേ, ഹെസസ് ലോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഇല്ലസ്ട്രേഷൻ, അതിൻ്റെ ന്യൂമറിക്കൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ വിട്ടുപോകരുതേ. ഹെസസ് ലോ വിട്ടുപോകരുതേ. അയ്യോ സാർ ഇന്നലെ പറഞ്ഞിരുന്നു ഇനി പഠിച്ചാൽ മതിയായിരുന്നു എന്ന് എക്സാം കഴിഞ്ഞിട്ട് പറയരുത്. നിർബന്ധമായിട്ട് പഠിക്കണം. തെർമോഡൈനാമിക്സിൽ മറ്റൊരു ഡെറിവേഷൻ അഥവാ ചോദിക്കുകയാണെങ്കിൽ CP - CV = R എന്ന് പറയുന്ന ഡെറിവേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡെറിവേഷൻ അധികം കെമിസ്ട്രിയിൽ വരാറില്ലെങ്കിലും ഈ CP - CV = R എന്ന് പറയുന്നത് 2017, 18, 19, 22, 23, 24 ഒക്കെ ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, നോക്കടാ മക്കളെ, എല്ലാം ആ ഇയറുകളിലാണ് ചോദിച്ചത്. യെസ്, ലെ ഷാത്ലിയർ പ്രിൻസിപ്പിൾ, നമ്മുടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ലെ ഷാത്ലിയർ പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയും ഏതെങ്കിലും ഒരു റിയാക്ഷൻ തന്നിട്ട് ഇതിൽ പ്രഷർ അപ്ലൈ ചെയ്താൽ എങ്ങനെയാണ്, ടെമ്പറേച്ചർ അപ്ലൈ ചെയ്താൽ എങ്ങനെയാണ്, കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്താൽ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ രൂപങ്ങളിൽ ചോദിക്കും. നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്ത ടോപ്പിക്കുകളാണ് അതെല്ലാം. ലെ ഷാത്ലിയർ പ്രിൻസിപ്പിൾ അഥവാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കണേ. ദെൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് pH കാണാനുള്ള ഇക്വേഷൻ, പ്രത്യേകിച്ച് ബഫർ സൊല്യൂഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആ ബഫർ സൊല്യൂഷന്റെ pH കാണാൻ
മെൻഡേഴ്സൺ ഹെയ്സൽബാൾക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ അയ്യോ അതൊക്കെ ഉണ്ടോന്ന് പിന്നെ നോക്കുന്നവരാണെങ്കിൽ വേഗം പോയി നോക്കിക്കോ. ഈ ഇക്വേഷനും അത് വെച്ചിട്ട് പി എച്ച് എങ്ങനെയാണ് കാണുക എന്നുള്ളതൊക്കെ നോക്കണം. പി എച്ച് മറക്കല്ലേ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ഒരു മിനിറ്റ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, റിഡോക്സ് റിയാക്ഷനിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. സാധാരണ ക്രിസ്മസ് എക്സാമിന് അത് അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും ഫൈനൽ എക്സാംസിനൊക്കെ സാധാരണ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ക്രിസ്മസ് എക്സാം, നാളത്തെ ക്രിസ്മസ് എക്സാമിനും പ്രതീക്ഷിക്കാം. ഇത് ലാസ്റ്റത്തെ ടോപ്പിക് ആയതുകൊണ്ടാണ് ചിലപ്പോൾ ക്രിസ്മസ് എക്സാമിന് അവർ ഇടാത്തത്. എനിവേ ബാലൻസ് ചെയ്യാൻ, ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാനുള്ള റിഡോക്സ് എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ബാലൻസ് ചെയ്യാൻ. അഥവാ ബാലൻസ്ഡ് അല്ല അവർ ചോദിക്കുന്നെങ്കിൽ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അവർ ചോദിക്കുക. ഇത്രയും ക്വസ്റ്റ്യനുകളാണ് മക്കളെ. ഇതെങ്കിലും നിർബന്ധമായിട്ടും പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അടിപൊളിയായിട്ട് നമ്മുടെ ഇനി ലൈവും വരുന്നുണ്ട്, ആ ലൈവൊക്കെ നിങ്ങൾ സെറ്റാക്കി കണ്ടോളുക. ഓക്കെ, പക്ക ക്ലിയർ.